ഹലോ മക്കളെ, ഇന്നിവിടെ എടുക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ മാത്സ് ആണ് കേട്ടോ. ഗണിതം എന്താണ് നമുക്ക് മാറിയിട്ടില്ല, പുതിയ ബുക്കാണ് അല്ലേ. ഇപ്പം നിങ്ങൾക്ക് എന്താണ് 2024ലേക്ക് എന്താ 24-25 അധ്യയന വർഷത്തേക്ക് പുതിയ മാത്സ് ബുക്കായിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണല്ലേ. ഫസ്റ്റ് ചാപ്റ്റർ എന്താണ്, വരകളും വട്ടങ്ങളുമാണ് കേട്ടോ. ഫസ്റ്റ് ചാപ്റ്റർ എന്താണ്, വരകളും വട്ടങ്ങളും. അപ്പം എന്താ നോക്കുക, വരക്കണക്ക് എന്താ നോക്കുക. നിങ്ങൾ ഈ ചിത്രം നോക്കിയോ? ഈ ചിത്രം നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കണ്ടു പരിചയമുണ്ടോ? നോക്കാം നമുക്ക്. ചിത്രങ്ങൾ നോക്കിയോ? കുത്തനെയുള്ള തൂണുകളും ചാഞ്ഞും ചരിഞ്ഞുമുള്ള താങ്ങുകളും ചേർത്തുണ്ടാക്കിയ പാലം അല്ലേ. എന്താണ് ഇവിടെ നോക്കിയ, കുത്തനെയുള്ള തൂണുകളും ചാഞ്ഞും ചരിഞ്ഞുമുള്ള താങ്ങുകളും ചേർത്തുണ്ടാക്കിയ പാലാണ് അല്ലേ ഫസ്റ്റ് വണ്. ഇത് അങ്ങനെയല്ലേ. പിന്നെയോ, കുത്തനെ ഉയർന്നു നിൽക്കുന്ന കുത്തബ് മിനാർ ഗോപുരവും ഇരുമ്പ് തൂണും അല്ലേ. കുത്തബ് മിനാറും ഗോപുരവും പിന്നെന്താണ് ഇരുമ്പ് തൂണും ഇവിടെ കാണാം അല്ലേ. പിന്നെയോ, കുത്തനെ പണിതുവെങ്കിലും കാലക്രമേണ ചരിഞ്ഞു പോയ പിസ ഗോപുരമാണ് ഈ കാണുന്നത് അല്ലേ. ഇതെന്താണ്, എന്താ കാലക്രമേണ ചരിഞ്ഞു പോയ പിസ ഗോപുരം. ഓക്കെ. പിന്നെ ചരിച്ചു വെട്ടിയ പലകളും നിവർന്നും ചരിഞ്ഞുമുള്ള കാലുകളും ചേർത്തുണ്ടാക്കിയ ഒരു മേശയാണ് ഇവിടെ കാണുന്നത് അല്ലേ. ചരിച്ചു വെട്ടിയ പലകളും നിവർന്നും ചരിഞ്ഞുമുള്ള കാലുകളും ചേർത്തുണ്ടാക്കിയ മേശ അല്ലേ. ഇതെല്ലാം നിർമ്മിക്കുന്നതിന് മുമ്പ് കൃത്യമായ അളവിൽ വരകൾ വരച്ചുള്ള ചിത്രങ്ങൾ വേണം അല്ലേ. പാലമായാലും മേശയായാലും എന്താണ്, ഇതെല്ലാം നിർമ്മിക്കുന്നതിന് മുമ്പ് കൃത്യമായ അളവിൽ വരകൾ വരച്ചുള്ള ചിത്രങ്ങൾ വേണം അല്ലേ. പാലായാലും മേശയായാലും ഒക്കെ അല്ലേ. പാലമായാലും മേശയായാലും. കണ്ടോ ഈ ചിത്രം നോക്കിയേ. നമുക്കും വരച്ചു തുടങ്ങണം. ആദ്യം ഒരു ചതുരം നമുക്ക് എന്താക്കാം, ഞങ്ങൾക്ക് ആദ്യം എന്താണ് ചതുരം വരച്ചു നോക്കാം അല്ലേ. ആദ്യം ഒരു ചതുരം വരയ്ക്കാം നമുക്ക്. എങ്ങനെയാണ് നമുക്ക് ചതുരം വരയ്ക്കുക നോക്കിയേ. 5 സെന്റിമീറ്റർ അല്ലേ. ഇത് 3 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ, 3 സെന്റിമീറ്റർ അല്ലേ. ഇതെന്താണ് ലെങ്ത് അല്ലേ. ലെങ്ത് എന്ന് പറയുമ്പോൾ നീളം അല്ലേ. നീളമാണിത്. ഇത് വീതി അല്ലേ. അപ്പം 5 സെന്റിമീറ്ററിൽ എന്താണ് നീളവും 3 സെന്റിമീറ്ററിൽ വീതിയും വരയ്ക്കണം അല്ലേ. അപ്പൊ സ്കെയിൽ ഉപയോഗിച്ച് താഴത്തെ വശം വരയ്ക്കാം നമുക്ക് അല്ലേ. ഈ താഴെയുള്ള വശം എന്താണ് സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കുക. അപ്പൊ നമ്മൾ 5 സെന്റിമീറ്റർ അല്ലേ. അപ്പൊ സ്കെയിലിൽ നിന്ന് ഇവിടുന്ന് മുതൽ 5 വരെ എടുത്ത് ഇവിടുന്ന് നേരെ ഒരു വര വരയ്ക്കുക. ഓക്കെ. ദെൻ ഇനി ഈ വരയുടെ ഒരറ്റത്ത് കുത്തനെ 3 സെന്റിമീറ്റർ ഉയരമുള്ള വര വരയ്ക്കണം. ഇനി എന്താണ്, ഈ വരയുടെ ഒരറ്റത്ത് കുത്തനെ 3 സെന്റിമീറ്റർ ഉയരമുള്ള വര വരയ്ക്കണം. അതിന് എന്താണ് നമുക്ക് മട്ടം ഉപയോഗിക്കുക അല്ലെ. സെറ്റ് സ്ക്വയർ അല്ലെ. ജാമിതിപ്പെട്ടിയിലെ ഒരു മട്ടം സെറ്റ് സ്ക്വയർ ഉപയോഗിക്കുക. അതാണ് സെറ്റ് സ്ക്വയർ അല്ലേ. അത് ഉപയോഗിക്കുക. അപ്പൊ നോക്കിയേ, ഇവിടെ 5 സെന്റിമീറ്റർ നമ്മൾ വരച്ചിട്ടുണ്ട് അല്ലേ. പിന്നെ എന്താണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 3 സെന്റിമീറ്റർ ആണ് കണ്ടാണെന്ന് കണ്ടില്ലേ. അങ്ങനെ വരയ്ക്കുക. അപ്പോൾ പകുതി ചതുരമായി അല്ലേ. അപ്പൊ നോക്കിയാൽ 3 സെന്റിമീറ്റർ 5 സെന്റിമീറ്റർ ആയപ്പോൾ നമുക്ക് പകുതി ചതുരമായി അല്ലേ. ഇനി താഴത്തെ വരയുടെ മറ്റേ അറ്റത്തും ഇതുപോലെ മട്ടം ഉപയോഗിച്ച് കുത്തനെ ഒരു വര 3 സെന്റിമീറ്റർ ഉയരത്തിൽ വരയ്ക്കുക അല്ലെ. ഇനി എന്താണ്, താഴത്തെ വരയുടെ മറ്റേ അറ്റത്തും ഇതുപോലെ മട്ടം ഉപയോഗിച്ച് എന്താ കുത്തനെ ഒരു വര 3 സെന്റിമീറ്റർ ഉയരത്തിൽ വരയ്ക്കുക. മട്ടം വെച്ചിട്ട് ഇവിടെ ഇങ്ങോട്ടേക്ക് 3 സെന്റിമീറ്റർ വരയ്ക്കുക. ഇനി കുത്തനെയുള്ള 2 വരകളുടെ മുകളറ്റങ്ങൾ ചേർത്ത് വരവയും കൂടി വരച്ചാൽ മതിയായി അല്ലേ. അപ്പൊ ചതുരമായി അല്ലേ. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടേക്കും നീട്ടി വരച്ചാൽ എന്തായി, ഇതൊരു ചതുരമായി അല്ലേ. ഒരു സംശയം തോന്നിയില്ല നിങ്ങൾക്ക്? എന്തെങ്കിലും സംശയം തോന്നിയോ? മുകളിലെ വര അളന്ന് വരച്ചതല്ലേ. നമ്മൾ നേരിട്ട് ഇതിങ്ങ അളന്നിട്ട് പിന്നെ നേരെ മുകളിലത്തെ എന്താക്കി കൂട്ടിമുട്ടിച്ചാണ് അല്ലേ. അളന്ന് നോക്കിയില്ല അല്ലേ. അളന്ന് വരച്ചതല്ലേ. അപ്പൊ നിങ്ങൾക്ക് സംശയമല്ലേ 5 സെന്റിമീറ്റർ തന്നെ ആകുമോ എന്നൊക്കെ ഒരു സംശയം ഉണ്ടോ? ഉണ്ടാവൂലേ. അപ്പൊ അളന്നു നോക്കിയൊക്കെ ഒട്ടും ചരിയാതെയാണ് ഇടതും വലതും വശങ്ങൾ വരച്ചതെങ്കിൽ എന്താണ്, മുകളിലെ വശവും എന്താണ് 5 സെന്റിമീറ്റർ തന്നെ ആയിരിക്കും അല്ലെ. ഇവിടെ ഒന്നും വളയാതെയാണ് നമ്മൾ വരച്ചതെങ്കിൽ മുകളിലത്തും എന്തായിരിക്കും 5 സെന്റിമീറ്റർ ആയിരിക്കും കേട്ടോ. ഇടതും വലതും വശങ്ങൾ എന്താണ് ചരിയാതെയാണ്, ഒട്ടും ചരിയാതെയാണ് വരച്ചതെങ്കിൽ എന്താണ് മുകളിലെ വശം 5 സെന്റിമീറ്റർ തന്നെയാകും. ഓക്കെ. ഈ ചിത്രം നോക്കൂ. കണ്ടോ, ഒരു ചിത്രം കണ്ടില്ലേ. ഇടതും വലതും വരകൾ രണ്ടും ചരിയാതെ കുത്തനെ തന്നെയാണോ? ഇതും കുത്തനെ തന്നെയാണോ? വലത് വരയുടെ കാര്യത്തിൽ അല്പം സംശയം തോന്നിയില്ലേ? വലത് വരയുടെ കാര്യത്തിൽ അല്പം നിങ്ങൾക്ക് എന്താണ് സംശയം തോന്നുന്നില്ലേ? മട്ടം വരച്ച് നോക്കാം നമുക്ക് അല്ലേ. അപ്പൊ നോക്കിയാൽ മട്ടം വരച്ച് നോക്കിയാൽ കണ്ടോ ചെറിയൊരു ഇതുണ്ട് അല്ലേ. മട്ടം വെച്ച് നോക്കിയാൽ എന്താ ചെറിയൊരു ചെരിവുണ്ട് അല്ലേ. അപ്പം എന്താക്കും, ഇനി മുകളിലെയും താഴത്തെയും വരകളുടെ നീളം അളന്നു നോക്ക്. ഒരേ നീളമാണ്. ഇങ്ങനെ ആകുമ്പോൾ എന്തായി, ഒരേ നീളമാവൂല അല്ലെ. ഇത് ഇങ്ങോട്ടേക്ക് ചെരിഞ്ഞപ്പോൾ മുകളിലത്തെ ഇത് സെന്റിമീറ്റർ എന്തായി കൂടി ഉണ്ടാവും അല്ലെ. ഇനി അടുത്തത്, ഇനി മറ്റൊരു ചിത്രം വരയ്ക്കാന്ന് അല്ലെ. ആദ്യം ഒരു വര നീട്ടി വരയ്ക്കുക. അതിന്റെ ഇടത്തെ അറ്റത്ത് നിന്ന് 5 സെന്റിമീറ്റർ നീളം അടയാളപ്പെടുത്തുക. എന്താണ്, ആദ്യം ഒരു വര നീട്ടി വരയ്ക്കുക. ആദ്യം അതിന്റെ ഇടത്തെ അറ്റത്ത് നിന്ന് 5 സെന്റിമീറ്റർ നീളം എന്താക്കുക, നിങ്ങൾ അടയാളപ്പെടുത്തുക.
ഇടത്തെ അറ്റത്ത് നീളം കൂടിയ മട്ടം ചിത്രത്തിലേതുപോലെ വെച്ച് ഒരു വര വരയ്ക്കുക. എന്താണ്? ഇടത്തെ അറ്റത്ത് നീളം കൂടിയ മട്ടം. ഇതാക്കണ്ട, നീളം കൂടിയ ഈ മട്ടം അല്ലെ, 2 മട്ടങ്ങളുണ്ട് അല്ലെ, 2 സെറ്റ് സ്ക്വയർ ഇല്ലേ, ഒന്ന് നീളം കൂടിയ സെറ്റ് സ്ക്വയറും ഒന്ന് കുറച്ച് ചെറുതായ സെറ്റ് സ്ക്വയർ അല്ലെ. അതിന് നീളം കൂടിയ ഈ മട്ടം എന്താക്കുക, ചിത്രത്തിലെ പോലെ എന്താക്കുക, വെച്ചിട്ട് ഒരു വര വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി മട്ടം 5 സെന്റിമീറ്റർ നിരക്കി നീക്കി ഇതേ അറ്റത്തും എന്താണ് ആ അറ്റത്തും ഇതുപോലെ ഒരു വര വരയ്ക്കുക. ഇതെന്താക്കുകയാണ്, ഇതിപ്പോൾ ഇങ്ങനെ നമ്മൾ 5 സെന്റിമീറ്റർ വെച്ച് ഇങ്ങനെ വെച്ചു അല്ലേ. എന്നിട്ട് എന്താക്കുക, ഒരു വര വരയ്ക്കാൻ പറഞ്ഞ് വരച്ചു. ഇനി എന്താക്കുക, ഇത് ഇങ്ങനെ മെല്ലെ വര കൂടുതൽ മെല്ലെ നീക്കിയിട്ട് പോയിട്ട് ഇവിടെ എത്തിക്കുക, ഈ അറ്റം ഇവിടെ എത്തിക്കുക. ഓക്കെ, മനസ്സിലായോ? എന്താ ഈ അറ്റം എന്താക്കുക, ഇങ്ങനെ നിരക്കി പോയിട്ട് ഈ സെറ്റ് സ്ക്വയർ ഇങ്ങനെ നീക്കി പോയിട്ട് ഇവിടെ എത്തിക്കുക. അപ്പോൾ എന്താക്കും, ഈ സെറ്റ് സ്ക്വയർ മൊത്തമായിട്ട് ഇവിടേക്ക് വരും അല്ലേ. എന്നിട്ട് എന്താക്കുക, നേരിട്ട് ആ ഇതിലൂടെയും പിന്നെയും വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതാണ് ഇവിടെ വരച്ചിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെ നീക്കിയിട്ട് ഇതാ വരച്ചു അല്ലേ. ചരിഞ്ഞ വരകൾ 2 3 സെന്റിമീറ്റർ നീളം അടയാളപ്പെടുത്തുക. ഇനി എന്താ ചെയ്യേണ്ടത്, ചരിഞ്ഞ വരകൾ സ്കെയിൽ എടുത്തിട്ട് എന്താക്കുക, 3 സെന്റിമീറ്ററിൽ എന്താക്കുക, നിങ്ങൾ അടയാളപ്പെടുത്തുക. ഇവിടെ അടയാളപ്പെടുത്തുക, ഇവിടെ അടയാളപ്പെടുത്തുക. ബാക്കിയുള്ള വരകൾ മായ്ച്ച് കളയുക. കുറച്ച് ബാക്കി കൂടുതൽ വരച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ബാക്കിയുള്ള വരകൾ നിങ്ങൾ എന്താക്കുക, മായ്ച്ച് കളയുക. ഈ 2 അറ്റങ്ങളും ചേർത്ത് ഒരു വര വരയ്ക്കുക. എന്നിട്ട് എന്താക്കുക, മായ്ച്ച് കളഞ്ഞിട്ട് എന്താക്കുക, ആ അറ്റങ്ങൾ തമ്മിൽ കൂട്ടിയാണ് നീട്ടത്തിൽ ഞങ്ങൾ വരയ്ക്കുക. ഇതാക്കളുടെ ചിത്രത്തിൽ താഴത്തെ വരയുടെയും 5 സെന്റിമീറ്റർ കഴിഞ്ഞുള്ള ഭാഗം മായ്ച്ച് കളയുക. എന്നിട്ട് താഴത്ത് 5 സെന്റിമീറ്റർ കഴിഞ്ഞുള്ള വര ഉണ്ടല്ലോ, അതും മായ്ച്ച് കളയുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ചിത്രം കിട്ടും അല്ലേ. മുകളിലെ വശം അളന്ന് നോക്കൂ, അതും 5 സെന്റിമീറ്റർ തന്നെയല്ലേ. ഇനിയിപ്പോൾ ഇത് നമ്മൾ അളക്കാതെയാണ് വരച്ചത് അല്ലേ. അപ്പോൾ എന്താണ്, ഇവിടെ ഇങ്ങനെ ചെരിവുണ്ട് അല്ലേ, ഇവിടെയും ചെരിവുണ്ട് അല്ലേ. അപ്പോൾ എന്നിട്ട് നമ്മൾ കൂട്ടി മുട്ടിച്ച് അല്ലേ. അപ്പോൾ എന്താണ്, ഇത് 5 സെന്റിമീറ്റർ ആയിരിക്കും, ഇത് നിങ്ങൾ അളന്നാൽ 5 സെന്റിമീറ്റർ ആയിരിക്കും അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ സംശയമുണ്ടോ? മട്ടത്തിന്റെ ഇപ്പോൾ ഉപയോഗിച്ച മൂലയ്ക്ക് പകരം മറ്റേ മൂല ഉപയോഗിച്ചാൽ ഇങ്ങനെ ഒരു ചിത്രം കിട്ടും. എന്താണ്, മട്ടത്തിന്റെ ഇപ്പോൾ ഉപയോഗിച്ച മൂലയ്ക്ക് പകരം എന്താ, മറ്റേ മൂല ഉപയോഗിച്ചാൽ ഇങ്ങനെ ഒരു ചിത്രം കിട്ടും. അതായത് നമ്മൾ ഈ മൂല വെച്ചിട്ടല്ലേ നമ്മൾ ചിത്രം വരച്ചത്, ഈ മൂല വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഇങ്ങനെ നീട്ടി വരയ്ക്കുക. അപ്പോൾ നമുക്ക് എന്താക്കും, ഈ ചിത്രമാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നും അല്ലേ, ഇവിടെ എന്താ ചെരിവുണ്ടല്ലോ, ഇവിടെ എന്തുകൊണ്ട് ഇത് എന്താ വ്യത്യാസമായിന്ന്. ഇതെന്താണ്, ഇത് നേരെ കുത്തനുള്ള വരയാണ്. ഓക്കെ, കുത്തനുള്ള വര ആകുമ്പോൾ ഇത് രണ്ടും ചെരിയാതെ തന്നെ പോകണം. ഓക്കെ, ഇത് ചെരിഞ്ഞ വരയായതുകൊണ്ട് കറക്റ്റ് അളവിലായതുകൊണ്ടാണ് എന്താണ് ഇത് മുകളത്തെയും താഴത്തെയും ഈ നീളത്തിൻ്റെ ഇത് 5 സെന്റിമീറ്റർ തന്നെ ആയത്. ഓക്കെ, 5 സെന്റിമീറ്റർ തന്നെ ആവണമെന്നില്ല അല്ലേ, നമുക്ക് 6 7 ഒക്കെ എടുക്കാം. ഓക്കെ, അപ്പോൾ മട്ടത്തിൻ്റെ ഇപ്പോൾ ഉപയോഗിച്ച പോലെയൊക്കെ പകരം മറ്റേ മൂല ഉപയോഗിച്ചാൽ ഇങ്ങനെ ഒരു ചിത്രമാണ് നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, ഈ വരച്ച് നോക്കുക. അത് മറ്റേ മട്ടത്തിൻ്റെ ഒരു മൂല ഉപയോഗിച്ച് ഇങ്ങനെയും വരയ്ക്കുക. ഇനി എന്താണ്, വേറൊരു മട്ടം ഉണ്ടല്ലോ, ഇപ്പോൾ ഒരു സെറ്റ് സ്ക്വയർ ആണ് ഇതെടുത്ത് അല്ലേ. ഇനി ബോക്സിൽ ഒന്നും കൂടി ഇല്ലേ, അത് വെച്ചിട്ട് നമുക്ക് എന്താക്കുക, ഒരു മൂല ഉപയോഗിച്ച് ഇങ്ങനെയും വരയ്ക്കാൻ പറ്റും എന്നാണ് പറഞ്ഞത്. ഓക്കെ, അതൊക്കെ നിങ്ങൾ വരച്ച് നോക്കുക കേട്ടോ. ഇനി 2 ചിത്രങ്ങളിൽ മുകൾ വശം അളന്ന് നോക്കുക. ഈ 2 ചിത്രങ്ങളിലെ മുകൾ വശം അളന്ന് നോക്കുക, 5 സെന്റിമീറ്റർ തന്നെയാണോ എന്നല്ലേ. മുമ്പ് വരച്ച ചിത്രത്തിൽ വലതുവശം മാത്രം അല്പം ചരിച്ചപ്പോൾ മുകളിലെ വശത്തിന്റെ നീളം മാറിയില്ലേ. എന്താണ്, മുമ്പ് വരച്ച ചിത്രത്തിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞു അല്ലേ, അതിൽ വലതുവശം മാത്രം അല്പം ചരിച്ചപ്പോൾ എന്താ, മുകളിലെ വശത്തിന്റെ നീളം മാറി. ഇപ്പോൾ വരച്ച 3 ചിത്രങ്ങളിലും എന്താണ്, 2 വശങ്ങളും ചരിച്ചിട്ട് മുകളിലെ നീളം മാറിയില്ല അല്ലേ. അപ്പം എന്താണ്, ഇരുവശങ്ങളും എങ്ങനെ ചരിച്ചാലും നീളം മാറാതിരിക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇരുവശങ്ങളും എങ്ങനെ ചരിച്ചാലും നീളം മാറാതിരിക്കുമോ? അപ്പോൾ 5 സെന്റിമീറ്റർ വരയുടെ 2 അറ്റത്തും മട്ടം വെച്ച് വരച്ചത് ഇങ്ങനെയാണെങ്കിലോ നോക്കൂ, 5 സെന്റിമീറ്റർ വരയുടെ 2 അറ്റത്തും മട്ടം വെച്ച് വരച്ചത് ഇങ്ങനെയാണെങ്കിലോ വെച്ചത് ഇവിടെയും ഇവിടെയും അല്ലേ. അപ്പോൾ എന്താണ്, ഇനി 2 അറ്റത്തെയും ചരിഞ്ഞ വരകളെ 3 സെന്റിമീറ്റർ അടയാളപ്പെടുത്തിയിട്ട് മുകളറ്റങ്ങൾ ചേർത്ത് വരച്ചാലോ. അപ്പം ഇങ്ങനെ 2 വശം ഇതാക്കുക അല്ലേ. അപ്പോൾ ഒന്നിങ്ങനെ ഇങ്ങോട്ടും ഒന്നിങ്ങനെ ഇങ്ങോട്ടും ആണ് അല്ലേ. അപ്പോൾ മുകളിലത്തെ എന്താണ് ഇത് കൂട്ടി വരച്ചാൽ, കൂട്ടി ചേർത്ത് വരച്ചാൽ ഇത് 3 സെന്റിമീറ്റർ അല്ല, അത് 5 സെന്റിമീറ്റർ ആണോ? മുകളറ്റങ്ങൾ ചേർത്ത് വരച്ചാൽ ഇതിൻ്റെ ഇടതും വലതും വശങ്ങൾ അല്പം കൂടി നീട്ടി വരച്ചാൽ ഇങ്ങനെ ഒരു ത്രികോണവുമായി അല്ലേ. അപ്പോൾ ഇത് 5 സെന്റിമീറ്റർ അല്ലേ അല്ലേ, ഇത് 5 ആയിരിക്കൂല അല്ലേ. ഇനി ഇത് നീട്ടി മേലോട്ടേക്ക് വരയ്ക്കുക, അത് രണ്ടും അല്ലേ. അപ്പോൾ എന്താക്കി, നമുക്ക് ത്രികോണവും കിട്ടും അല്ലേ. ത്രികോണത്തിൻ്റെ ചരിഞ്ഞ വശങ്ങൾ അളന്നു നോക്കുക. എന്താണ്, ത്രികോണത്തിൻ്റെ ചരിഞ്ഞ വശങ്ങൾ അളന്ന് നോക്കുക സ്കെയിൽ വെച്ചിട്ട്. ഇനി സ്കെയിലും മട്ടങ്ങളും ഉപയോഗിച്ച് ഈ ചിത്രങ്ങളൊന്ന് വരച്ചു നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ എടുത്ത ഭാഗങ്ങൾ മനസ്സിലായല്ലോ അല്ലേ. ഇനി നോക്കുക, ഇവിടെ ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ.
ചുവടെയുള്ള ചിത്രങ്ങളിലെ വരകളുടെ എല്ലാം നീളം 3 സെന്റിമീറ്റർ ആണ്. ചുവടെയുള്ള ചിത്രങ്ങളിലെ വരകളുടെ എല്ലാം നീളം എന്താണ്? 3 സെന്റിമീറ്റർ ആണ്. അവയെല്ലാം വരച്ച് നിറം കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്താക്കുക? ഫസ്റ്റ് സ്കെയിൽ എടുക്കുക അല്ലേ. എന്നിട്ട് എന്താക്കുക? 3 സെന്റിമീറ്റർ ഇവിടെ വരയ്ക്കുക. പിന്നെന്താണ്? മട്ട ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇവിടേക്ക് കുത്തനായിട്ട് വരയ്ക്കുക. 3 സെന്റിമീറ്റർ അളക്കുക. ഇങ്ങോട്ടും കുത്തനായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് 3 സെന്റിമീറ്റർ വരയ്ക്കുക. പിന്നെ എന്താക്കുക? കൂട്ടി യോജിപ്പിക്കുക. അത് 3 സെന്റിമീറ്റർ ആയിരിക്കും. ഓക്കെ. ദെൻ അടുത്ത ഇതും അങ്ങനെ തന്നെ സ്കെയിൽ ഉപയോഗിച്ച് 3 സെന്റിമീറ്റർ. ഈ ഭാഗമൊക്കെ 3 സെന്റിമീറ്റർ ആണ് കേട്ടോ. എന്നിട്ട് നിങ്ങൾ കളർ കൊടുക്കണം കേട്ടോ. ഇതും അങ്ങനെ തന്നെ 3 സെന്റിമീറ്റർ മട്ട ഉപയോഗിച്ച് ചെയ്യാം. ഓക്കെ. ഇതെല്ലാം 3 സെന്റിമീറ്റർ. ഇനി ആദ്യത്തെ ചിത്രം പറഞ്ഞിരിക്കുന്ന അളവുകളിൽ വരച്ച് രണ്ടാമത്തെ ചിത്രത്തിലേക്ക് പോയ നിറം കൊടുക്കാണ്. ഈ അളവിൽ നിങ്ങൾ ചിത്രം വരച്ചിട്ട് ഇതേ അളവിൽ ചിത്രത്തിൽ പോയി നിറം കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? 5 സെന്റിമീറ്ററിൽ ആദ്യം താഴെ ഒരു സ്കെയിലിനോട് വരയ്ക്കുക. പിന്നെ എന്താണ്? മട്ട ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്താക്കുക? കുത്തനായിട്ട് ഇവിടെ നീട്ടി വരച്ചിട്ട് എന്താക്കുക? 3 സെന്റിമീറ്റർ അടയാളപ്പെടുത്തുക. അതേപോലെ ഇവിടെയും എന്താക്കും? 3 സെന്റിമീറ്റർ അടയാളപ്പെടുത്തുക. ഇനി എന്താണ്? മുകളിലത്തെ ലൈൻ കൂട്ടി യോജിപ്പിക്കുക. ഓക്കെ. ഇനി എന്താ ചെയ്യേണ്ടത്? ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എന്താക്കുക? എത്ര ആയിരിക്കും ഇത്? എത്ര ആയിരിക്കും ഇതിനത്? 3 സെന്റിമീറ്റർ അല്ലേ. ഇതും 3 സെന്റിമീറ്റർ ആക്കിയിട്ട് നിങ്ങൾക്ക് എന്താക്കുക? ഇങ്ങനെ അടയാളം പിന്നെ അതേപോലെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 2 സെന്റിമീറ്റർ മട്ടം വെച്ചിട്ടാട്ടോ അത് എടുത്തത്. ഓക്കെ. എന്നിട്ട് എന്താക്കുക? നിങ്ങൾ കൂട്ടി യോജിപ്പിച്ചിട്ട് ചിത്രം വരയ്ക്കുക. എന്നിട്ട് നിറം കൊടുക്കുക കേട്ടോ. ഓക്കെ. ഇനി ഈ ചിത്രം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ചിത്രവും നിങ്ങൾ അതുപോലെ നിങ്ങൾ എന്താണ്? സ്കെയിലും മട്ടും ഉപയോഗിച്ച് വരയ്ക്കുക കേട്ടോ. ഇത് അളവ് തന്നിട്ടില്ല. അപ്പം നിങ്ങളെ ഇഷ്ടത്തിന് ഒരളവ് എടുക്കുക. അല്ലെങ്കിൽ ഇത് അളന്ന് നോക്കുക. സ്കെയിലെടുത്ത് അളന്ന് നോക്കുക. എന്നിട്ട് ആ അളവിൽ നിങ്ങൾ എന്താക്കുക? വരയ്ക്കുക കേട്ടോ. ഇനി വട്ടക്കണക്കാണ് അല്ലേ. വട്ടക്കണക്ക് എന്താണ്? വട്ടക്കണക്ക്? വട്ടം എന്ന് പറഞ്ഞാൽ സർക്കിൾ അല്ലേ. സർക്കിൾ വരയ്ക്കാൻ എളുപ്പമല്ലേ? നിങ്ങൾ കോമ്പസ് ഒക്കെ എടുത്ത് വരയ്ക്കുക അല്ലേ. നാണയമോ കുപ്പിയുടെ അടപ്പോ ഉപയോഗിച്ച് ചെറുവട്ടങ്ങളൊക്കെ വരയ്ക്കാൻ പറ്റും അല്ലേ. അല്പം കൂടി വലിയ വട്ടമാണെങ്കിൽ എന്താണ്? ഒരു വള, അതുപോലെങ്കിൽ പാത്രത്തിന്റെ അടപ്പ്, അങ്ങനെ പലതും ഉപയോഗിച്ച് നമുക്ക് എന്താക്കാം? വട്ടം വരയ്ക്കാൻ പറ്റും അല്ലേ. ചെറുതോ വലുതോ ആയ വട്ടം വരയ്ക്കാനുള്ള ഉപകരണം ജാമിതി പെട്ടിയിലുണ്ട്. അതാണ് കോമ്പസ് എന്നാണ് അതിന്റെ പേര് കേട്ടോ. അതൊക്കെ ഉണ്ട്. കോമ്പസ് നിങ്ങളെ ഇൻസ്ട്രുമെന്റ് ബോക്സിൽ ഈ കോമ്പസ് ഉണ്ടാവും അല്ലേ. ജാമിതി പെട്ടിയിൽ ഈ കോമ്പസ് ഉണ്ടായിരിക്കും. അപ്പൊ എന്താണ്? നിങ്ങൾക്ക് ചെറുതും വലുതുമായ വട്ടങ്ങൾ വരയ്ക്കാൻ ഈ കോമ്പസിനോട് കഴിയും. ഓക്കെ. നോക്കൂ, ഈ കുട്ടി വരയ്ക്കുന്ന കാലിനോട് നിങ്ങളൊക്കെ കളം വരച്ചിട്ടുണ്ടാവും അല്ലേ. അതങ്ങനെയും നമുക്ക് വട്ടം വരയ്ക്കാം അല്ലേ. ഇനി കോമ്പസിനോട് വട്ടം വരയ്ക്കുമ്പോൾ ഇങ്ങനെ വട്ടം വരയ്ക്കുമ്പോൾ കോമ്പസിന്റെ കാലുകൾ തമ്മിലുള്ള അകലം ഇടയ്ക്ക് വെച്ച് മാറിപ്പോകരുത് കേട്ടോ. കോമ്പസിന്റെ അകലം എന്താണ്? മാറിപ്പോകരുത്. ആദ്യം എടുത്ത അകലം തന്നെയായിരിക്കണം വട്ടം മുഴുവനാകുന്നവരെ. വട്ടം വരച്ച് തീർന്നാലും എന്താണ്? ആ അളവ് തന്നെ ആയിരിക്കണം കേട്ടോ. ചിലതൊക്കെ തെറ്റിപ്പോകാറുണ്ട്. ഒന്ന് അങ്ങോട്ട് നീങ്ങിപ്പോവുക ഇങ്ങോട്ട് നീങ്ങിപ്പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം കോമ്പസ് എടുത്ത് പെൻസിലും കോമ്പസും എന്താണ് കൂട്ടി പിടിച്ചിട്ട് നിലത്ത് കുത്തുക. നിലത്ത് ഇങ്ങനെ വെച്ച് ഡെസ്കിന്മേൽ ഇങ്ങനെ വെച്ചിട്ട് ആ പെൻസിലിൻ്റെ കൂർപ്പും ആ കോമ്പസിൻ്റെ കൂർപ്പും ഒരുപോലെയാണോ എന്ന് നോക്കുക. ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് അതിന് ശേഷം നിങ്ങൾ വിടർത്തിയിട്ട് നിങ്ങൾ എന്താക്കുക? സ്കെയിലിൽ വേണമെങ്കിൽ ഒരു സ്കെയിലിൽ അളവെടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ വിടർത്തിയിട്ട് എന്താണ്? നിങ്ങൾ ഒരു ഇങ്ങനെ വട്ടം വരച്ച് നോക്കുക. ഇതൊക്കെ കണ്ട ചിത്രത്തിലെ പോലെ ഇങ്ങനെ വട്ടം വരയ്ക്കുക. ഈ മുകളിലുള്ളത് പിടിച്ചിട്ടാണ് വരയ്ക്കേണ്ടത് കേട്ടോ. ഈ താഴെയൊക്കെ ഇവിടെയൊക്കെ പിടിച്ചാൽ നിങ്ങൾക്ക് ഇത് ചിലപ്പോൾ ഇങ്ങോട്ടേക്ക് ചെറുതായി പോകാനും വലുതായി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം മുകളിലത്തെ ഈ കൂർപ്പ് പിടിച്ചിട്ടാണ് നമ്മൾ എന്താക്കുന്നത്? വട്ടം വരയ്ക്കേണ്ടത് കേട്ടോ. ഓക്കെ. ഇതാ കണ്ടോ? ഇങ്ങനെ വട്ടം ഇങ്ങനെ വരച്ച് കറക്റ്റ് ഒരു വട്ടമായില്ലേ. ഈ ലാസ്റ്റ് ഇവിടെ തന്നെ കൂട്ടിമുട്ടണം. ഓക്കെ. അപ്പോഴാണ് നമ്മൾ കറക്റ്റ് ആവുക കേട്ടോ. ഓക്കെ. അപ്പോൾ വട്ടം തന്നെ ആയിരിക്കണം അങ്ങനെ വരയ്ക്കുമ്പോൾ. വട്ടം വരയ്ക്കാൻ കോമ്പസിന്റെ മുന ഒരു സ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തുകയും പെൻസിലിന്റെ മുന അതിന് ചുറ്റും കറക്കുകയുമാണല്ലോ അല്ലേ. വട്ടം വരയ്ക്കാൻ എന്താ? കോമ്പസിന്റെ ഒരു മുന എന്താണ്? ഒരു സ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തണം അല്ലേ. പെൻസിലിന്റെ മുന അതിന് ചുറ്റും കറക്കുകയുമാണ് അല്ലേ. ഈ സഞ്ചാരത്തിൽ എപ്പോഴും പെൻസിൽ മുന കോമ്പസ് മുനയിൽ നിന്ന് ഒരേ അകലത്തിലാണ് അല്ലേ. ഈ ചുറ്റും വരയ്ക്കുമ്പോൾ തന്നെ പെൻസിലിന്റെ മുനയും കോമ്പസ് മുനയിൽ നിന്ന് ഒരേ അകലത്തിലായിരിക്കണം. ഓക്കെ. ഇത് കണക്കിന്റെ ഭാഷയിൽ എങ്ങനെ പറയാം? നമുക്ക് ഒരു നിശ്ചിത ബിന്ദുവിൽ നിന്ന് ഒരേ അകലത്തിൽ സഞ്ചരിക്കുന്ന മറ്റൊരു ബിന്ദുവിന്റെ പാതയാണിത് വൃത്തം. അതായത് ഒരു നിശ്ചിത ബിന്ദുവിൽ നിന്ന് ഒരേ അകലത്തിൽ സഞ്ചരിക്കുന്ന മറ്റൊരു ബിന്ദുവിന്റെ പാതയാണിത് വൃത്തം. അതായത് ഒരു നിശ്ചിത ബിന്ദു പറഞ്ഞാൽ നടുക്കുള്ള സെന്റർ അല്ലേ. അതിൽ നിന്ന് ഒരേ അകലത്തിൽ സഞ്ചരിക്കുന്ന മറ്റൊരു ബിന്ദുവിന്റെ പാതയാണിത് വൃത്തം എന്ന് പറയുന്നത് അല്ലേ. ഇനി വൃത്തം, സർക്കിൾ എന്നത് വട്ടത്തിന്റെ കണക്ക് ഭാഷയിലെ പേരാണ് അല്ലേ. കണക്ക് ഭാഷയിലെ പേരാണ് ഈ വട്ടത്തിന്റെ പേരാണ് വൃത്തം എന്ന് പറയുന്നത് കണക്ക് ഭാഷയിൽ അല്ലേ. മറ്റു ചില പേരുകൾ കൂടിയുണ്ട് ഇതില്. എന്തൊക്കെയാണ്? അനങ്ങാതെ നടുക്കു നിൽക്കുന്ന ബിന്ദു വൃത്ത കേന്ദ്രമാണ് അല്ലേ. എന്താണ്?
അനങ്ങാതെ നടുക്ക് നിൽക്കുന്ന ബിന്ദുവാണ് വൃത്തകേന്ദ്രം, സെന്റർ ഓഫ് ദ സർക്കിൾ അല്ലേ. അപ്പൊ ഈ ചിത്രത്തിൽ നോക്കൂ, ഇതാ ഇവിടെ ഈ എഴുതിയതില്ലേ, ഇതാണ് എന്ത് സെന്റർ അല്ലെ, വൃത്ത ബിന്ദു എന്ന് പറയുന്നത്. എന്താണ് വൃത്ത ബിന്ദു അല്ലെ, സോറി വൃത്ത കേന്ദ്രം. എന്താണ് വൃത്ത കേന്ദ്രമാണ് കേട്ടോ, ഇത് കേന്ദ്രം സെന്റർ എന്ന് പറയും കേട്ടോ. ഇതാണ് കേന്ദ്രം. ഈ മുന്നേ നിൽക്കുന്ന ഇതില്ലേ നടുക്കുള്ള ഈ പോയിന്റ് ആണ് എന്ത്, എന്താണ് വൃത്ത കേന്ദ്രം അല്ലെ, സെന്റർ ഓഫ് ദി സർക്കിൾ. അനങ്ങാത്ത ബിന്ദുവും കറങ്ങുന്ന ബിന്ദുവും തമ്മിലുള്ള മാറാത്ത അകലാണ് വൃത്തത്തിന്റെ ആരം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളെന്താണ് ഈ കേന്ദ്രത്തിൽ നിന്ന് ഈ ഇവിടുന്ന് സെന്ററിൽ നിന്ന് നമ്മൾ എന്താക്കുക, കോമ്പോസിറ്റ് ഇങ്ങനെ കറക്റ്റായിട്ട് ഇതാക്കുന്നുണ്ടല്ലോ. ഈ ദൂരം ഈ കേന്ദ്രത്തിൽ നിന്ന് ഇതിലേക്കുള്ള ദൂരം ആരം, ഇവിടുന്ന് ഇങ്ങോട്ടുള്ളതും സെയിം തന്നെ ആയിരിക്കും അല്ലെ. ഇതിപ്പോൾ 5 വിചാരിച്ചോ, അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള സ്കെയിലിനോട് നടന്നാലും ഇവിടെ 5 ആയിരിക്കണം. ഇവിടുന്ന് ഇങ്ങോട്ട് നടന്നാൽ 5, ഇവിടുന്ന് ഇങ്ങോട്ട് നടന്നാലും 5, ഇവിടുന്ന് ഇങ്ങോട്ട് നടന്നാൽ 5 അല്ലേ, ഇവിടുന്ന് ഇങ്ങോട്ട് നടന്നാലൊക്കെ 5 അല്ലേ. അപ്പോൾ എന്താണ് അതിന് ആരം എന്നാ പറയാം കേട്ടോ. ആരം തന്നിട്ടായിരിക്കും പിന്നെ നമ്മൾ വൃത്തം വരയ്ക്കാൻ പറയാം കേട്ടോ. അപ്പോൾ ആരം 4 സെന്റിമീറ്റർ ആയ വട്ടം എങ്ങനെ വരയ്ക്കുന്ന ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആരം 4 സെന്റിമീറ്റർ ആയ, റേഡിയസ് 4 സെന്റിമീറ്റർ ആയ ഒരു വൃത്തം എങ്ങനെ വരയ്ക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താക്കുക, ഒരു സ്കെയിൽ എടുക്കുക. സ്കെയിൽ എടുത്തിട്ട് പെൻസിൽ, ഞാൻ ആദ്യം ഇതൊക്കെ റെഡിയാക്കണം കേട്ടോ, കോമ്പോസ് പെൻസിലൊക്കെ റെഡിയാക്കുക. എന്നിട്ട് ഇത് അടുപ്പിച്ച് വെച്ചതിന് ശേഷം നിലത്ത് ഇങ്ങനെ കുത്തിക്കുക. അപ്പോൾ 2 മുന ഒരുപോലെ നിൽക്കണം. എന്നിട്ട് എന്താക്കുക, നിങ്ങൾ സ്കെയിലിൻ്റെ 0ൻ്റെ ഇവിടുന്ന് ഈ കൂർപ്പ് വെക്കുക. എന്നിട്ട് 4ലേക്ക് അളക്കുക കേട്ടോ. പെൻസിൽ കളന്നത് ഇത് അനങ്ങരുത്. എന്നിട്ട് ഈ 4, പിന്നെ ഇത് അനങ്ങാൻ പാടില്ല. ഇത് 4 സെന്റിമീറ്ററാണ് അല്ലേ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാണ്, നിങ്ങൾ ഇത് ഇങ്ങനെ എടുത്തില്ലേ, എന്നിട്ട് നിങ്ങൾ എന്താക്കുക, ഇവിടെ പേപ്പറിൽ ഈ കോമ്പസിൻ്റെ ഈ അറ്റം കുത്തിയിട്ട് ഇങ്ങനെ കറക്കുക. ഓക്കെ, പെൻസിലിനോട് ഇങ്ങനെ കറക്കുക. ഇത് നീങ്ങരുത്, കേന്ദ്രം എന്താവരുത്, കേന്ദ്രത്തിൽ നിന്ന് ഈ മുന വിട്ടു പോകരുത് അല്ലേ. ഇത് എവിടെയാണോ കുത്തിയത് പിന്നെ അത് അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മളെന്താവരുത്, എടുക്കാൻ പാടില്ല. വരച്ച് തീരുന്നവരെ ഈ എന്താണ് കോമ്പസിൻ്റെ മുന ആ പേപ്പറിൽ തന്നെ ഉണ്ടായിരിക്കണം. ഓക്കെ, അതുപോലെ ഇതിൻ്റെ ഈ അളവ് വലുതാവാനോ ചെറുതാവാനോ പാടില്ല കേട്ടോ. അത് ശ്രദ്ധിക്കുക. 4 തന്നെ ആയിരിക്കണം, 4 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി 5 പറഞ്ഞാൽ 5 തന്നെ ആയിരിക്കണം അല്ലേ. ഇനി പല വട്ടങ്ങൾ വരച്ച് ചിത്രങ്ങൾ വരയ്ക്കുന്നത് നോക്കാം. അങ്ങനെ എന്താണ് നമ്മൾ വട്ടങ്ങൾ വരച്ച് കുറേ ചിത്രങ്ങളൊക്കെ വരയ്ക്കുക അല്ലേ. അത്ര വലുതല്ലാത്തൊരു വര വരയ്ക്കുക. എന്താണ് അത്ര വലുതല്ലാത്തൊരു വര വരയ്ക്കുക. നമുക്ക് ആദ്യം ചെറിയൊരു വര ഇങ്ങോട്ട് വരയ്ക്കുക. അതിൻ്റെ 2 അറ്റവും കേന്ദ്രങ്ങളായി വരയുടെ നീളം ആരമായി 2 വട്ടം വരയ്ക്കുക. അപ്പോൾ ഈ വരേൻ്റെ ഇവിടുന്ന് കോമ്പസ് ഇവിടെ കുത്തുക. എന്നിട്ട് എന്താക്കുക, ഈ വരേൻ്റെ ഇത് ഇവിടെ എന്താക്കുക, കോമ്പസിൻ്റെ മോനെ ഇവിടെ കുത്തുക. എന്നിട്ട് നിവർത്തിയിട്ട് ആ പെൻസിൽ എന്താക്കുക, പെൻസിലിൻ്റെ ഇത് ഇവിടെ കുറുപ്പും കുത്തുക. എന്നിട്ട് എന്താക്കുക, ഈ കോമ്പസിൻ്റെ മോനെ ഇവിടെ നിന്ന് എന്താണ് എടുക്കാതെ ആ പെൻസിൽ ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ കറക്കുക. ഓക്കെ, അങ്ങനെ ഇവിടെ കൂട്ടിമുട്ടിക്കുക. പിന്നെ എന്താക്കുക, കോമ്പസ് ഇങ്ങനെ എടുത്തതിന് ശേഷം ഇവിടെ കോമ്പസിൻ്റെ മോനെ കുത്തിയിട്ട് പെൻസിലിൻ്റെ ഇവിടെ ഇത് നോക്കുക. എന്നിട്ടൊക്കെ എന്താ, പെൻസിൽ ഇങ്ങനെ ഈ ഇത് കോമ്പസിൻ്റെ മോനെ വെറുതെ എടുക്കാതെ ഈ പെൻസിൽ ഇങ്ങനെ കറക്കിയിട്ട് ഇവിടെ കൂട്ടിമുട്ടിക്കുക. ഓക്കെ, 2 വട്ടം വരയ്ക്കുക. ഈ വട്ടങ്ങൾ മുകളിലും താഴെയും മുറിച്ച് കിടക്കുന്ന സ്ഥാനങ്ങൾ വരയുടെ അറ്റങ്ങളുമായി ചേർത്ത് വരകൾ വരയ്ക്കുക. എന്താണ് ഈ വട്ടങ്ങൾ എന്താ, മുകളിലും താഴെയും മുറിച്ച് കിടക്കുന്ന സ്ഥാനങ്ങൾ കണ്ട, മുറിച്ച് കിടക്കുന്ന ഈ സ്ഥാനങ്ങൾ ഈ മുറിച്ച് കിടക്കുന്ന ഈ സ്ഥാനങ്ങൾ എന്താണ് ഇങ്ങനെ കുത്തിടുക അവിടെയൊക്കെ. എന്നിട്ട് എന്താക്കുക, വരയുടെ അറ്റങ്ങളുമായി ചേർത്ത് കൂട്ടി വരയ്ക്കാൻ പറയും. കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ടേക്ക്, ഇവിടെ നിന്ന് അങ്ങോട്ട്, കണ്ടോ ഇങ്ങനെ കൂട്ടിമുട്ടിക്കുക. ഓക്കെ, ഇനി ഈ ചിത്രത്തിന് എന്താ ഇങ്ങനെ നിറം കൊടുക്കുക. നിങ്ങളിങ്ങനെ നിറം കൊടുത്ത് നോക്കുക കേട്ടോ. മറ്റൊരു ചിത്രം നോക്കിയേ. നേരത്തെ വരച്ചതുപോലെ 2 വട്ടങ്ങൾ വരയ്ക്കുക. നേരത്തെ വരച്ചതുപോലെ എന്താക്കുക, 2 വട്ടങ്ങൾ വരയ്ക്കുക കേട്ടോ. എന്നിട്ട് എന്താക്കുക, ആദ്യം വരച്ച വര നീട്ടി വലത്തെ വട്ടത്തിൽ മുട്ടിക്കുക. എങ്ങനെയാണ്, നേരത്തെ വരച്ചതുപോലെ 2 വട്ടം ആദ്യം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ സ്കെയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വരയ്ക്കുക. എന്നിട്ട് എന്താക്കുക, ഇവിടുന്ന് കോമ്പസ് കുത്തിയിട്ട് നമ്മൾ ആദ്യം ഈ വട്ടം വരയ്ക്കുക. പിന്നെ എന്താക്കുക, ഇതിൻ്റെ ഇവിടുന്ന് വെച്ചിട്ട് നമ്മൾ അടുത്ത വട്ടം വരയ്ക്കുക. ഓക്കെ, അപ്പം വട്ടം വരച്ചിട്ട് നിങ്ങൾ എന്താക്കുക, പിന്നെ ഈ വര എന്താക്കി ഈ വരം വന്ന് നേരിട്ട് ഈ ഇതിലേക്ക് കുത്തുക. ഇതിലേക്ക് വരയ്ക്കുക. അതായത് ഈ വൃത്തത്തിൻ്റെ ഒരു ഭാഗത്തേക്ക് നീട്ടിയായിട്ട് വരയ്ക്കുക, ഈ വൃത്തത്തിൻ്റെ ഭാഗത്ത്. എന്നിട്ട് ഇത് കേന്ദ്രമാക്കിയിട്ട് എന്താക്കുക, ഒരു വൃത്തവും കൂടി അങ്ങ് വരയ്ക്കുക. കണ്ടതുപോലെ ഒരു വൃത്തം വരയ്ക്കുക. അപ്പോൾ ഈ സ്ഥാനം കേന്ദ്രമാക്കി അതേ ആഴത്തിൽ മറ്റൊരു വട്ടവും വരയ്ക്കുക. ആദ്യം വരച്ച വര ഇനി മായ്ച്ച് കളയുക. അപ്പം എന്താക്കുക, ഈ വരച്ച വരകളുണ്ടല്ലോ, ആദ്യം വരച്ച ഈ വരകളൊക്കെ ഒന്ന് മായ്ച്ച് കളയുക. നടുവിലത്തെ മറ്റ് 2 വട്ടങ്ങൾ മുറിച്ച് കിടക്കുന്ന 4 സ്ഥാനങ്ങൾ കണ്ടില്ലേ, കണ്ടോ ഈ 4 സ്ഥാനങ്ങൾ കണ്ടോ. നടുവിലത്തെ
അപ്പോൾ നടുവിലത്തെ വട്ടങ്ങൾ എന്താണ് കൂട്ടിമുട്ടുന്നത്, ഒന്നിതവിടെ ഒന്നിവിടെ, പിന്നെ ഇതവിടെ ഇവിടെ അല്ലേ. അവിടെ എന്താണ് ഇങ്ങനെ ചേർത്ത് വരയ്ക്കുക. അതൊക്കെ കണ്ടോ, ഇങ്ങനെ ചേർത്ത് വരയ്ക്കുക. അപ്പോൾ അവ തമ്മിൽ ചേർത്ത് വെച്ചാൽ ഇങ്ങനെ ഒരു രൂപം കിട്ടും അല്ലേ. നടുവിലെ വട്ടത്തിലെ 6 കുത്തുകളിൽ ഒരെണ്ണം കേന്ദ്രമായി ഇതുവരെ ഉപയോഗിച്ച ആരം മാറ്റാതെ നടുവിലത്തെ വട്ടത്തിനുള്ളിൽ ഒരു വട്ടക്കഷ്ണം ചുവടെ കാണിച്ചിരിക്കുന്നത് പോലെ വരയ്ക്കുക. എന്താണ്, നടുവിലെ വട്ടത്തിൽ 6 കുത്തുകളിൽ ഒരെണ്ണം കേന്ദ്രമായതാ. ഇവിടെ ഒരു കേന്ദ്രമായിട്ട് എന്താക്കി ഇതുവരെ ഉപയോഗിച്ച ആരം മാറാതെ, എവിടെയാണ് നമ്മൾ ഉപയോഗിച്ച ആരം ഉണ്ടല്ലോ അത് മാറാതെ നടുവിലത്തെ വട്ടത്തിനുള്ളിൽ വട്ടക്കഷ്ണം എന്താണ് ചുവടെ കാണിച്ചിരിക്കുന്ന പോലെ കൊണ്ട് വരയ്ക്കുക. കണ്ടോ, അങ്ങനെ വരയ്ക്കുക. ഇവിടെ കേന്ദ്രമാക്കിയിട്ട് ആ ആരത്തിൽ തന്നെ ഇതാ ഇങ്ങനെ അങ്ങ് വരയ്ക്കുക. ഓക്കെ. അതുപോലെ എന്താണ് ഇതുപോലെ മറ്റ് 3 കുത്തുകളും കേന്ദ്രമായി നടുവിലത്തെ വട്ടത്തിനുള്ളിൽ വട്ടകഷ്ണങ്ങൾ വരച്ച് നോക്കുക. അത് വിഷമമാണെങ്കിൽ വട്ടങ്ങൾ മുഴുവനായി വരച്ച് പുറത്തുള്ള ഭാഗം മായ്ച്ച് കളഞ്ഞാലും മതി. പിന്നെന്താണ്, ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. പിന്നെന്താണ്, ഇവിടെ നമ്മളിപ്പോൾ വരച്ചു അല്ലേ. പിന്നെ ഇവിടെ കേന്ദ്രമാക്കിയിട്ട് എന്താക്കുക, നമ്മൾ ഇവിടെ കേന്ദ്രമാക്കിയിട്ട് ഇത് വരയ്ക്കുക. കണ്ടോ, പിന്നെ ഇവിടെ കേന്ദ്രമാക്കിയിട്ട് ഇത് വരയ്ക്കുക. ഓക്കെ. പിന്നെയോ ഇത് കേന്ദ്രമാക്കിയിട്ട് ഇത് വരയ്ക്കുക. അപ്പോൾ ഈ രൂപ നമുക്ക് കിട്ടും കേട്ടോ. ഞങ്ങൾക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടാണെങ്കിൽ മൊത്തമായിട്ട് ഒരു പറഞ്ഞ എന്താണ്, ഇതാ ഇവിടെ കേന്ദ്രമാക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ. പിന്നെന്താണ്, ഇവിടെ കേന്ദ്രമാക്കുമ്പോൾ ഇങ്ങനെ ഇതാക്കി റൗണ്ട് ചെയ്ത് ഇങ്ങനെ പോവുമല്ലോ. അപ്പോൾ അങ്ങനെ വരച്ചിട്ട് നിങ്ങൾക്ക് ബാക്കി ഈ ഭാഗങ്ങളൊക്കെ മായ്ച്ച് കളഞ്ഞാലും മതി എന്നാണ് പറയുന്നത്. അതിനല്ലേ നമ്മൾ പകുതിയാക്കി തന്നെ വരച്ചാൽ മതി. അപ്പോൾ ഈ ചിത്രം കിട്ടും അല്ലേ. ഇനി പുറത്തുള്ള വട്ടകഷ്ണങ്ങൾ മായ്ച്ച് കളഞ്ഞ് നടുവിലെ ചിത്രത്തിന് മാത്രം നിറം നൽകുക. എന്താണ്, ഈ പുറത്തുള്ള ഇതൊക്കെ മായ്ച്ച് കളയുക. ഇതൊക്കെ മായ്ച്ച് കളഞ്ഞിട്ട് ഉള്ളിലുള്ള ഈ ചിത്രത്തിന് നിറം നൽകുക. കണ്ടോ. അപ്പം നമുക്ക് എന്താക്കി ഈ ചിത്രം കിട്ടും അല്ലേ. ദെൻ അടുത്ത നോക്കൂ. ഇനി ഈ ചിത്രങ്ങൾ വരയ്ക്കാൻ ശ്രമിക്കുക. ഈ ചിത്രങ്ങൾ വരയ്ക്കാൻ നോക്കിയേ. ചിത്രങ്ങൾ വരച്ചുകൂടെ. ആദ്യം എന്താണ്, നമ്മൾ ഇതാന്നിട്ട് ഈ ഒരു സ്ക്വയർ വരയ്ക്കുക അല്ലേ. എന്നിട്ട് എന്താക്കുക, നിങ്ങൾ ഈ കോമ്പസ് എടുത്തിട്ട് ഇവിടുന്ന് ഇത് കുത്തിയിട്ട് ഈ അളവിൽ എന്താക്കുക, ഇങ്ങോട്ടേക്കൊരു ഇത് വരയ്ക്കുക. എന്നിട്ട് ഇവിടെ കോമ്പസിൻ്റെ മുന കുത്തിയിട്ട് പെൻസിലിനോട് ഇങ്ങനെ ഒരു ആർക്ക് കട്ട് ചെയ്യുക. പിന്നെ ഇവിടുന്ന് ഒരു കോമ്പസ് കുത്തിയിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് കട്ട് ചെയ്യുക. ഇങ്ങനെ വരയ്ക്കുക. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ ഇതാക്കിയിട്ട് ഇങ്ങോട്ടേക്ക് വരയ്ക്കുക. ഓക്കെ. അപ്പോൾ ഈ ഭാഗമൊക്കെ മഞ്ഞയും കൊടുക്കുക, ഇതിനുള്ളിലുള്ള ഭാഗം നീലയും കൊടുക്കുക. അതുപോലെ ഇതും എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്, ആദ്യം ഒരു വട്ടം വരയ്ക്കുക. വട്ടം വരച്ച ശേഷം എന്താക്കുക, നിങ്ങൾ ഇതളന്നിട്ട് ഈ സ്ക്വയർ വരയ്ക്കുക. പിന്നെ എന്താക്കുക, ഈ പോയിന്റിൻ്റെ എവിടെയൊക്കെ ജോയിൻ ചെയ്യിപ്പിക്കുക. എന്നിട്ട് ഇങ്ങനെ വരയ്ക്കുക കേട്ടോ. ഇനി നിങ്ങൾ എന്താക്കണേ, ഫുള്ള് സർക്കിൾ വരച്ചിട്ട് എന്താക്കണേ, പുറത്തുള്ള ഭാഗം മായ്ച്ച് കളഞ്ഞാലും മതി കേട്ടോ. ഓക്കെ. ദെൻ അടുത്തത് നോക്കൂ. ഈ ചിത്രമൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. നിങ്ങൾ ആദ്യം വട്ടം വരച്ചതിന് ശേഷം എന്താക്കുക, ഈ ഇതാക്കുക. എന്നിട്ട് പുറത്തുള്ള വട്ടങ്ങൾ മായ്ച്ച് കളഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ. ഇതൊക്കെ അങ്ങനെ തന്നെ വരയ്ക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററായ ഈ മാത്സിലുള്ള ഈ ഭാഗം കേട്ടോ. അപ്പം വട്ടം വരയ്ക്കാനും ചതുരം വരയ്ക്കാനാണ് നമ്മളിവിടെ പഠിച്ചത്. അപ്പോൾ എങ്ങനെയാണെന്നുള്ളതൊക്കെ നന്നായി മനസ്സിലാക്കുക. വട്ടം നന്നായി വരച്ചിട്ട് നമ്മൾ കൈ എന്താക്കണം, പെൻസിലും കോമ്പസും ഒക്കെ നമ്മളിങ്ങനെ പിടിക്കുന്ന രീതിയൊക്കെ നന്നായി പഠിക്കുക കേട്ടോ. ഒന്നാമത്തെ ചാപ്റ്ററായ വരകളും വട്ടങ്ങളും ഇത്രയേ ഉള്ളൂ. അപ്പോൾ നന്നായി വരച്ച് നന്നായി കൈയും പെൻസിലും സ്കെയിലും ഒക്കെ ആയിട്ട് നന്നായി വരയ്ക്കുക. അളവുകളൊക്കെ കറക്റ്റാക്കി തെറ്റാതെ വരയ്ക്കുക കേട്ടോ. അപ്പോൾ നന്നായി പഠിക്കുക. ഓക്കെ. താങ്ക് യു.